വെച്ചിട്ടുണ്ട്. അതായത് ഡേ 1 ഗ്രൂപ്പ് എയിൽ വരുന്ന 10 ടീമിനെ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ പോവാണ്. ഗ്രൂപ്പ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഡേ 1 അതായത് 4-ാം തീയതി കളിക്കാൻ പോണ മാച്ചിലെ ഞാൻ ലൈവ് ഇടാണ്. 4-ാം തീയതി കളിക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ഗ്രൂപ്പിലെ 10 ടീമിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഗ്രൂപ്പ് എയിലെ 10 ടീമിനെ. ഓ ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ് ഞാൻ പറയല്ല, ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, നമ്മളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മള് സ്ട്രിക്ട്ലി ഞാൻ പറയുകയാണ് ഗൈസ്, ടീമപ്പ് എന്ന് പറയുന്ന പരിപാടി കണ്ട സ്പോട്ടിൽ നമ്മൾ കിക്ക് ചെയ്യും. ഉള്ള കാര്യം പറയാം, ഒരു പോയിന്റ് പോലും തരത്തില്ല സ്പോട്ടിൽ. ഇത് ഞാൻ ടിവിയിലെ മെമ്പേഴ്സിനോട് വരെ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യമാണ്, തമ്മിൽ കണ്ടോ ഫൈറ്റ് എടുത്തോണം. നിങ്ങൾക്ക് വേണം ചന്ദ്രനായിരിക്കുമല്ലോ. ആദ്യം ഞാൻ കൊല്ലുന്നത് ചന്ദ്രനായിരിക്കുമല്ലോ. അപ്പൊ തമ്മില് കണ്ടു കഴിഞ്ഞാൽ ഫൈറ്റ് എടുക്കണം. ടീമപ്പ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കമ്മ്യൂണിറ്റിയിലടക്കം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇതിൽ വരുമ്പോൾ നിങ്ങൾ കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റിൽ കളിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഗ്രൂപ്പ് എയിലെ 10 ടീമേ ഗൈസ്. ഗ്രൂപ്പ് എയിലെ 10 ടീം. അപ്പൊ റെഡി അല്ലേ? റെഡി സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. കാറ്റാടിയാണ് ആദ്യത്തെ ടീം. ആദ്യത്തെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് റിസൾട്ട് കാറ്റാടി. ഓക്കെ കാറ്റാടി അടിച്ചോ. ടഫാണ് രണ്ടാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ രണ്ടാമത്തെ ടീം. അടുത്തോ അല്ല, ഗില്ലി ബ്രദേഴ്സ് ആണ് മൂന്നാമത്തെ. ക്ലോസ് അല്ലേ? റിമൂവ് ആണോ? റിമൂവ്. മൂന്നാമത്തെ ടീം ഇതല്ലേ വന്നേ? ഗില്ലി ബ്രദേഴ്സ്. RB7 ആണ് അടുത്ത ടീം. ഒരു കൂബ് ചെയ്തു. Z30 അല്ല, എക്സ്ട്രീം തറവാടാണ് അടുത്ത ടീം. എത്ര ടീമായി ഇപ്പൊ? 4 5 5 ടീമായി. 5 ടീം. ഓക്കെ, 5 ടീമും കൂടി. ഇവിടെ നടത്തോ. പടപടേന്ന് പോട്ടെ. മാഫിയ അല്ല, LZ ആണ് അടുത്ത ടീം. ഷഫിൾ ചെയ്യണം. ഷഫിൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബ്രോ. ഷഫിൾ ചെയ്യാൻ പറ്റും. ഇടയ്ക്കൊന്ന് ഷഫിളോടെ ചെയ്ത് കൊടുത്തേരടാ. നോട്ടിക് എക്സ് ആണ് അടുത്ത ടീം. ഷഫിളോട് 7 ടീം സെലക്ട് ആയിട്ടുണ്ട് നമുക്കിപ്പോ കറന്റ്ലി. മാഫിയാണ് എട്ടാമത്തെ ടീം. മാഫിയ. ഫെയ്ത്ത് 9ാമത്തെ ടീം. ഫെയ്ത്ത് ആണ് വന്നിരിക്കണം. ലാസ്റ്റ് ടീം ഓഫ് ഗ്രൂപ്പ് എയിലെ ലാസ്റ്റ് ടീം. ഈസ്റ്റ് സൈഡ് ബെല്ലാസ് ആണ് ലാസ്റ്റ് ടീം. അപ്പൊ റിസൾട്ട് ഒന്ന് കാണിച്ചിടാന്ന് ജസ്റ്റ് പറഞ്ഞിട്ട്. കാറ്റാടി, ടഫ്, ഗില്ലി ബ്രദേഴ്സ്, RB7, എക്സ്ട്രീം തറവാട്, ലോസ് സെറ്റാസ്, നോട്ടിക് എക്സ്, മാഫിയ, ഫെയ്ത്ത്, ഈസ്റ്റ് സൈഡ് ബെല്ലാസ്. ഇവരാണ് ക്യാം. ഞാൻ കുറച്ച് സൈഡിലോട്ട് വെച്ച് തരാം. ഒരു മിനിറ്റ്. ഇവർ ഇത്രയും പേരാണ്. കറന്റ്ലി ഗ്രൂപ്പ് എയിൽ വരുന്ന പ്ലേയേഴ്സ്. ഇനി ഇവരെ കോമ്പീറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ബി ആയിട്ടാണ്. സോ ഗ്രൂപ്പ് ബിയിലോട്ട് അല്ലല്ല, ആ ടീം തന്നെയാണ് ഫൈറ്റ്. അതായത് ഒരു സോണില് അവര് 10 ടീമായിരിക്കും ഫൈറ്റ് നടക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഗ്രൂപ്പ് ബി അല്ലേ? അല്ലല്ലേ, ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണ്. ഓ സോറി ഞാൻ ഒരു സോണിനകത്ത് അതായത്
ടീം ആകുമ്പോ 100 പേര് ആ ഒരു മാപ്പിന്റെ അകത്ത്. മനസ്സിലായി. സെയിം ഗ്രൂപ്പ്. എനിക്ക് മാറി 200 പേരെ ആവണ മറ്റേ രണ്ടുപേരും ഒരുപോലെ. ശരി. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് എ ഇതാണ്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ബിയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗ്രൂപ്പ് ബി. അപ്പൊ നീ എന്താ മറ്റേ ഗ്രൂപ്പ് എ ടു ഗ്രൂപ്പ് ബി അങ്ങനെ കൊടുത്തത്? അതങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ദിവസം 2 ടീമിന്റെ ഗ്രൂപ്പ് എ ഉണ്ട്, ഗ്രൂപ്പ് ബിയുടെയും കളിയുണ്ട്. ഞാനും പെട്ടെന്ന് അങ്ങനെ ഓർത്താ. മനസ്സിലായ? എന്നാലേ തീരത്തുള്ളൂ. ഒരു ദിവസം ഒരു വെച്ചെങ്കിൽ ദിവസം നീണ്ടു പോകും. മനസ്സിലായോ? ഷഫിളാക്കിയായിരുന്നു. അടുത്ത ഷഫിളാക്കാം. ഓ, അടുത്ത ഗ്രൂപ്പിലെ ഫസ്റ്റ് ടീം ഇസഡ് എം ആണ് അടുത്ത ടീം. ഷഫിൾ കൊടുത്തേരെ. അടുത്ത KVA ഒന്നില്ല. ടോക്കിയോ മറിയാനോ ആണ് രണ്ടാമത്തെ ടീം. ഇടയ്ക്ക് ഷഫിൾ കൊടുത്തേരടാ. അതിരടി യൂണിറ്റ് അല്ല, KVA. അതിരടി യൂണിറ്റ് കുഞ്ഞു വന്നിരുന്നു. KVA പോൾ 58%, 5 മാച്ചാണ് പറഞ്ഞേക്കുന്നത്. ബെസ്റ്റ് ഓഫ് 5. TVA ബോൺ മെർസിലസ് ആണ്. BMന്റെ കളി ആണ് അടുത്തതായിട്ട് വന്നേക്കുന്നത്. അടുത്തത് ഓജി നിൽക്കുക. ഓജി ആണ് അടുത്ത ടീം. സോ 5 ടീം കൂടെ ഇനി. ആദ്യത്തെ ദിവസം തന്നെ തക്കടുവാദ ലോകത്തിന് മാച്ച് ലഭിച്ചിരിക്കുന്നു. ടീം നമ്പർ 7. ലെറ്റ്സ് ഗോ. ഷഫിൾ ചെയ്തോ. ടീം ഗോഗു നയിക്കുന്ന തക്കടുവാദ ലോകം വള്ളി ടീംസിന്റെ സൽസമുക്ക് ബോയ്സ് ആണ് അടുത്ത ടീമായിട്ട് വന്നിരിക്കുന്നത്. സൽസമേ ഡെത്തെക്സ് ആണ് അടുത്ത ടീം. ആൻഡ് ആദ്യത്തെ ദിവസത്തെ ഗ്രൂപ്പ് ബിയിലെ സെക്കൻഡ് ലാസ്റ്റ് ടീം. 2 കൂടി ഉണ്ട്. ടീം ബി ആണ്. MIA ആയിരിക്കും. ഒരു തുള്ളി മൂത്രം പോയി. CID അല്ല, അറബിയാണോ? അല്ല, CID. ഓക്കെ, അപ്പൊ ആദ്യത്തെ ദിവസത്തെ ടീമുകൾ. രണ്ടാമത്തെ ഗ്രൂപ്പ് ബി ഇസഡം, ടോക്കിയോ മറിയാനോ, അതിരടി യൂണിറ്റ്, ബോൺ മെർസിലസ്, ഓജി, തക്കടുവാവ അധോലോകം, സൽസമുക്ക് ബോയ്സ്, ഡെത്തെക്സ്, MIA ആൻഡ് CID ആണ് ഫസ്റ്റ് ഡേ. ഗ്രൂപ്പ് ബിയിലെ 10 ടീംസ്. സോ 6 മാച്ച് ഉണ്ടാവും. ടോട്ടലി 6 മാച്ച് ഉണ്ടാവും. നമ്മള് ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇതങ്ങനെ നമ്മൾ കഴിഞ്ഞ വട്ടം PUBG ടൂർണമെന്റ് നടത്തിയതുപോലെ പടപടേന്ന് തുടങ്ങുന്ന പരിപാടിയായിരിക്കും. അതായത് ഇൻ ബിറ്റ്വീൻ ഇതിനൊരു ഗ്യാപ്പ് ഇല്ല. ഒരു മാച്ച് കഴിയുമ്പോൾ അടുത്ത മാച്ചിന് റെഡിയായി നിൽക്കുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ സബ് 2 പ്ലേയേഴ്സിനെ വെച്ചേക്കുന്നത്. നിങ്ങളുടെ സബ് വരാൻ റെഡി ആയില്ലെങ്കിൽ നമ്മൾ ഇത് ഡിലേ ചെയ്യത്തില്ല. മനസ്സിലായോ? നിങ്ങളുടെ അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു ടൈം പറയും. ആ ടൈമിൽ നിന്ന് ഒരു സർക്കിളായിട്ട് അതങ്ങ് തുടങ്ങും. അതിന് ടിവിയുടെ മെമ്പർ വന്നില്ലേലും അങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? ടിവിയുടെ മെമ്പർ വന്നില്ലേലും ആരുടെ മെമ്പർ വന്നില്ലേലും. പിന്നെ നമ്മൾ ഇൻ കേസ് ഒരു ക്രൂഷ്യൽ സെമി ഫൈനൽസോ ഫൈനലോ അങ്ങനെ എന്തെങ്കിലും മാച്ച് വരുന്ന സമയത്ത് ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ കൂടെ കൺസെന്റ് എടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. ഇപ്പൊ TVക്കകത്തല്ല, വേറൊരു ഗ്യാങ്ങിനോട് ഇപ്പോൾ ഒരു ഫൈനൽസ് ഒക്കെ നടക്കുന്നു. അങ്ങനത്തെ സമയത്ത് നമ്മൾ ബാക്കി കളിക്കുന്ന 9 ടീമിനോടും ചോദിക്കും, നിങ്ങൾക്ക് അവർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചതിന് മാത്രം ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിലേ അന്നേരം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അല്ലാതെ യാതൊരുവിധ
കൺസിഡറേഷൻസും ടൈമിന്റെയും കത്തിപ്പോകലിന്റെ കാര്യത്തിലും നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റാത്തൊരു സാധനമാണ്. പബ്ജി ഒന്നും അങ്ങനെ കത്തിപ്പോകത്തില്ല. ഇത് പ്ലേയേഴ്സിന്റെ നെറ്റ് അനുസരിച്ച് കത്തിപ്പോകുന്ന സാധനമാണ്, അത് പ്രശ്നമാണ്. ഷഫിൾ ചെയ്തോടാ ഡേ 2 ആണ്. ഡേ 2 സി. അപ്പൊ ഡേ 2 ഗ്രൂപ്പ് സി ആണ് നമ്മളിപ്പോ എടുക്കുന്നത്. ഡേ 2 ഗ്രൂപ്പ് സി. ഡേ 2 ഗ്രൂപ്പ് സിയിലെ ഫസ്റ്റ് ടീം കയ്യുവാൻ ആണ് ഫസ്റ്റ് ടീം. ഡേ 2ലെ ഫസ്റ്റ് ടീം കയ്യുവാൻ ആണ്. ടീം സെരിൻ ആണ് രണ്ടാമത്തെ ടീം. ഷഫിൾ ചെയ്തോ ഓരോന്ന് കഴിഞ്ഞിട്ട് ഷഫിൾ ചെയ്തോ കേട്ടോ. ടീം സെരിൻ ആണ് രണ്ടാമത്തെ ടീം. മൂന്നാമത്തെ വടക്കൻ വീട്ടിൽ ആണ് മൂന്നാമത്തെ ടീം. വി എൻ വി ആണ് മൂന്നാമത്തെ ടീം. അടുത്ത ടീം എലൈറ്റ് സ്ക്വാഡ് ആണ് അടുത്തൊരു ടീം വന്നിരിക്കുന്നത്. എലൈറ്റ് സ്ക്വാഡ്. അഞ്ചാമത്തെ ടീം നമുക്ക് നോക്കാം. RZ7 ആണ്. RZ7 റൈസസ് 7 ആണ് അഞ്ചാമത്തെ ടീമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അഞ്ചാമത്തെ ടീം മാസ് ആണ് അടുത്ത ടീം. മാസ് ആണ് ആറാമത്തെ ടീം. രണ്ടാമത്തെ ദിവസത്തെ ഫസ്റ്റ് മാച്ചിലെ മാസ് ആണ് ആദ്യത്തെ ടീമായിട്ട് വരുന്നത്, അല്ല ആറാമത്തെ ടീമായിട്ട് വരുന്നത്. അടുത്തത് IGZ ആണ് അടുത്തൊരു ടീമായിട്ട് വന്നിരിക്കുന്നത്. IGZ ആണ് അടുത്ത ടീം. 7 KVA കഴക്കൂട്ടം FC ആണ് അടുത്ത ടീം വന്നിരിക്കുന്നത്. ജസ്റ്റ് മിസ് KVA വന്നില്ല. കഴക്കൂട്ടം FC ആണ് അടുത്ത ടീമായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് എൽ ക്ലാസിക്കോ ആണ് അടുത്ത ടീമായിട്ട് വന്നേക്കുന്നത്. അത് കുറച്ചൊക്കെ അടുക്കും. എൽ ക്ലാസിക്കോ ആണ്. ആൻഡ് ലാസ്റ്റ് ടീം ഗ്രൂപ്പ് സിയിലെ ലാസ്റ്റ് ടീം അല്ല ലാ മസിയ LM ആണ്. അപ്പൊ ഗ്രൂപ്പ് സി ഡേ 2ലെ ഗ്രൂപ്പ് സി ആണ് കയ്യുവാൻ, സെനിൻ, VNV, എലൈറ്റ് സ്ക്വാഡ്, റൈസസ് 7, മാസ്, IGZ, കഴക്കൂട്ടം FC, എൽ ക്ലാസിക്കോ ആൻഡ് ലാ മസിയ. സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. സോ ഗൈസ്, നിങ്ങൾ ആദ്യത്തെ ഗ്രൂപ്പും മോശമൊന്നും അല്ല ഗൈസ്. കാരണം ഞാൻ പറയട്ടെ, ഇവരെല്ലാം പേരും അതും ഇതൊക്കെ മാറ്റിയിട്ടിരിക്കുക. എല്ലാം നല്ല നല്ല പ്ലേയേഴ്സ് കുറെ പേരുണ്ട് ഓരോന്നിനകത്ത്. എല്ലാവരും ഒരു പേരും അതും ഇതൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. കുറെ പ്ലേയേഴ്സ് ഉണ്ട്. മാച്ചസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഗ്രൂപ്പ് ആയിരിക്കും. കിടിലം കളികളൊക്കെ നടക്കണം, മനസ്സിലായ? സോ ടീം ഡി സെക്കൻഡ് ഡേയിലെ ടീം ഡി ഫസ്റ്റ് റൂത്ത്ലെസ് അഗ്രഷൻ ആണ് ടീം ഡിയിലെ ആദ്യത്തെ ടീം. ആൻഡ് ഗ്രൂപ്പ് ഡിയിലെ രണ്ടാമത്തെ ടീമിനെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ടീം റോമ ആണ് രണ്ടാമത്തെ ടീം. മൂന്നാമത്തെ ടീം TBS ആണ് മൂന്നാമത്തെ ടീം. TBS. നാലാമത്തെ ടീം അഗാർത്ത. AJ അല്ലടാ അഗാർത്ത, AJ ആണ് അടുത്തൊരു ടീം. റോമ T47 ലൈനപ്പ് ആണെന്ന്. റോമ ഇറ്റാലിയൻ T47. ഓക്കെ. വൈക്കിങ്സ് ആണ് ആറാമത്തെ ടീം.
അഞ്ചാമത്തെ ടീമാണ്. അഞ്ചാമത്തെ ടീം. ഓക്കെ. അടുത്ത ടീം DRS ആണ് അടുത്തൊരു ടീം വന്നേക്കുന്നത്. കുറച്ച് മുമ്പിലോട്ടുള്ള ഇതെല്ലാം കടുക്കും കേട്ടാ. അടുത്ത ഇത് എങ്ങോട്ടാണ് ഈ ഗ്രൂപ്പ് പോണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടണല്ലോ കേട്ടാ. അടുത്തത് എസ്പാന ESP ആണ് ഏഴാമത്തെ ടീം. എസ്പാനിയ. അടുത്ത എട്ടാമത്തെ ടീമിനെ നമുക്ക് നോക്കാം. എട്ടാമത്തെ ടീം KVAയുടെ മെയിൻ ലൈനപ്പാണ് എട്ടാമത്തെ ടീമായിട്ട് വന്നേക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പ് D സെക്കൻഡ് ഡേയിലെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ KVA എത്തിയിരിക്കുന്നു. അടുത്തത് MX13 ആണ് അടുത്തൊരു ടീമായിട്ട് വന്നിരിക്കുന്നത്. ടീം നമ്പർ 9 ആൻഡ് ഡിയിലെ ലാസ്റ്റ് ടീമാണ്. ഡിയിലെ ലാസ്റ്റ് ടീം, സെക്കൻഡ് ഡേയിലെ ലാസ്റ്റ് ടീം ഉഷ്ണമൂല രണ്ടാമത്തെ ദിവസം ഗ്രൂപ്പ് ഡിയിലെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഉഷ്ണമൂല, കൺഗ്രാറ്റുലേഷൻസ് ഉഷ്ണമൂല. അപ്പൊ ഗ്രൂപ്പ് ഡിയില് റൂത്ത്ലെസ് അഗ്രഷൻ, റോമ, TBS, അഗാർത്ത, വൈക്കിങ്സ്, DRS, ESP, KVA, MX13 ആൻഡ് ഉഷ്ണമൂലയാണ് സെക്കൻഡ് ഡേയിലെ ഗ്രൂപ്പ് ഡിയില് വന്നിരിക്കുന്നത്. അപ്പൊ സോ നമുക്ക് ഗ്രൂപ്പ് E ഒന്ന് ഷഫിൾ ചെയ്തേരടാ. 2 KV ഉണ്ടോ? അത് ഇല്ല. KVA vs KVA ഉണ്ടെന്നോ? അതാരോ ഉഷ്ണമൂല KVA ആണോ? ഉഷ്ണമൂല KVA vs KVA ഏതൊക്കെയായിരുന്നു? ഉഷ്ണമൂല KVA ആണോ? ഉഷ്ണമൂല KVA ആണല്ലേ? ഓക്കെ. അല്ലേ? KVAക്ക് വരുന്നത് KVA എന്ന് പറഞ്ഞൊരു ലൈനപ്പ്, ബ്ലാക്ക് സ്ക്വാഡ്, പിന്നെ ശരവണ ഭവൻ ബോയ്സ് ആണല്ലേ? KVA അല്ല കേസ്, അത് EVX ആണ്. ഓക്കെ. അപ്പൊ ഗ്രൂപ്പ് നമ്പർ ABCDE ഗ്രൂപ്പ് E. മൂന്നാമത്തെ ഡേ ഗ്രൂപ്പ് E. ഗ്രൂപ്പ് ഇയിലെ ഫസ്റ്റ് ടീം അൺനോൺ ആണ്. UK ആണ് ഫസ്റ്റ് ടീം. ഈ ഗ്രൂപ്പ് ഇയിലെ ഫസ്റ്റ് ടീം. രണ്ടാമത്തെ ടീം അയ്യോ ശരവണഭവൻ. KVAയുടെ അടുത്ത ലൈനപ്പ് ശരവണഭവൻ ബോയ്സ് വന്നിരിക്കുന്നു. അടുത്തത് ടീം SYT ആണ് അടുത്തൊരു ടീം. SYT അടുത്തൊരു ടീമായിട്ട് വന്നിട്ടുണ്ട്. 3 ടീം അങ്ങനെയായി ഗ്രൂപ്പ് നമ്പർ ഇയിലെ. ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ് അല്ല, BVQ ആണ് അടുത്തൊരു ടീമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ടീം നമ്പർ 5 നോക്കാം. ടീം നമ്പർ 5 ആരായിരിക്കും? താമരാക്ഷം പിള്ള അല്ല, കാസർഗോഡ്സ് ആണ് അടുത്ത ടീമായിട്ട് വന്നിരിക്കുന്നത്. ആറാമത്തെ ടീം ബ്ലഡ് ലൈൻ. ഇത് ലാസ്റ്റിലത്തെ ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. അടുത്തത് RZ7 ആയിരിക്കും. അത് RZ7X DLX ആണ് ഏഴാമത്തെ ടീമായിട്ട് വന്നിരിക്കുന്നത്. ഏഴാമത്തെ ടീമായിട്ട് RZ7 അടുത്തൊരു ലൈനപ്പ്. DNA ആണ് അടുത്ത ടീമായിട്ട് വന്നേക്കുന്നത്. DNA. അടുത്ത ലൈനപ്പ് ഇറ്റാലിയ. നെക്സ്റ്റ് ലൈനപ്പ് T47 ലൈനപ്പാണ്. ഇറ്റാലിയ ആണ് അടുത്തൊരു ലൈനപ്പായിട്ട് വന്നേക്കുന്നത്. ടീം നമ്പർ 10
ടീം നമ്പർ 10 തലവെട്ടും അതോ ലോകം ടീം നമ്പർ 10 ഗ്രൂപ്പിലെ ടിവിയുടെ മെയിൻ ലൈനപ്പ് തലവെട്ടും അതോ ലോകമാണ് ഗ്രൂപ്പിലെ ലാസ്റ്റ് സ്ലോട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത് അൺനോൺ ശരവണ ബോയ്സ്, അതായത് KVA, അൺനോൺ, SYT, BVQ, കാസർഗോഡ്സ്, ബ്ലഡ് ലൈന്, RZ7, DNA, T47 and TVA. And ഗ്രൂപ്പ് ഇ ഈ ഗ്രൂപ്പ് സെറ്റ് ആയിരിക്കും. ഗ്രൂപ്പ് ഇ. ലെറ്റ്സ് ഗോ. സോ ഷഫിൾ ചെയ്ത എഫ്. ഇനി ഗ്രൂപ്പ് നമ്പർ എഫ്. ഗ്രൂപ്പ് എഫ് ആണ് നമ്മുടെ അടുത്ത ഇതെന്ന് പറയണത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ടീം ഈസ് അഞ്ഞൂറാൻ ബ്രദേഴ്സ് ആണ് ആദ്യത്തെ ടീം. അഞ്ഞൂറാൻ ബ്രദേഴ്സ് ഫസ്റ്റ് സ്ലോട്ട് കരസ്ഥമാക്കിയിരിക്കുന്നു. അഞ്ഞൂറാൻ ബ്രദേഴ്സ്. അടുത്ത KVP ആണ് അടുത്ത സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. KVPക്കാണ്. KVP ആൻഡ് മൂന്നാമത്തെ JDAക്കാണ് മൂന്നാമത്തെ ഇത് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത് JDA. ഗ്രൂപ്പ് എഫിലെ 3 പ്ലേയേഴ്സിനെ നമ്മള്. ആൻഡ് അടുത്ത ടീം TGA. അത് TGA ഉള്ളതാണ്. അത് TGA കൊണ്ടുപോയിരിക്കുന്നു അടുത്ത സ്ലോട്ട്. TGA. ആൻഡ് അടുത്തത് RDR എന്നുള്ളതാണ്. അത് RDR ടീം RDR-നാണ് അടുത്ത സ്ലോട്ട്. ആറാമത്തെ സ്ലോട്ട് വാൽഹല്ല RZ7 ആയിരിക്കും. അത് RZ7X അറബിക്കാണ് അടുത്ത ഗ്രൂപ്പ് നമ്പർ എഫിലെ ആറാമത്തെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. RZ7X അറബി. അടുത്ത സ്ലോട്ട് നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ് ആണ് അടുത്ത ടീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ് ആണ് അടുത്ത ടീം. 7 ടീമിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എട്ടാമത്തെ ടീം നമുക്ക് നോക്കാം. എട്ടാമത്തെ ടീം കാട്ടാക്കട ബോയ്സ് ആണ് അടുത്ത ഒരു സ്ലോട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത്. കാട്ടാക്കട ബോയ്സ്. ആൻഡ് ഒമ്പതാമത്തെ ചോട്ടാ മുംബൈക്കായിരിക്കും ആ ലോട്ടറി. അതെ, ചോട്ടാ മുംബൈ സെക്യൂറിംഗ് ദ 9th സ്ലോട്ട് ഓഫ് ഗ്രൂപ്പ് എഫ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ലോട്ട് അത് കാലാപാനിക്കാണ് ആ സ്ലോട്ട്. അതെ, കാലാപാനി ഗെറ്റിംഗ് ദ ഫൈനൽ സ്ലോട്ട് ഓഫ് ഗ്രൂപ്പ് എഫ്. ഓക്കെ, അപ്പം അഞ്ഞൂറാം ബ്രദേഴ്സ്, KVP, JDA, TGA, RDR, RZ7X അറബി, നെക്സ്റ്റ് ജെൻ സിൻഡിക്കേറ്റ്, കാട്ടാക്കട ബോയ്സ്, ചോട്ടാ മുംബൈ, കാലാപാനി. ഇതാണ് ഗ്രൂപ്പ് നമ്പർ എഫ്. ആൻഡ് അടുത്തത് ഗ്രൂപ്പ് ജിയിലേക്ക് എത്താൻ നമുക്ക്. ജി വരുമ്പോ എത്ര ജി വരുമ്പോ നാലാമത്തെ ക്വാളിഫയേഴ്സിന്റെ ലാസ്റ്റ് ഡേയിലത്തെ ടീമാണ് നമ്മൾ. 2 ടീമിനെ, അതിൽ ഒരു ടീമിനെ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഒരു ടീമിനെ സെലക്ട് ചെയ്താൽ മതി. ഒരു ടീമിനെ സെലക്ട് ചെയ്താൽ ബാക്കി ടീം. അപ്പൊ ഒറ്റ ഒരു ടീമിനോട് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ജി അല്ലെ ഗ്രൂപ്പ് ജി. ഗ്രൂപ്പ് ജിയിലെ ഫസ്റ്റ് ടീം ഗ്രൂപ്പ് ജിയിലെ ഫസ്റ്റ് ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി ബ്ലാക്ക് സ്ക്വാഡ് ആയിരിക്കും ആദ്യത്തെ സ്ലോട്ട്. ഇത് KVA അല്ലേ? KVAയുടെ സ്ലോട്ടാണ് അടുത്ത. KVA ആണ് ഗ്രൂപ്പ് ജിയിലെ ഫസ്റ്റ് സ്ലോട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് അടുത്ത രണ്ടാമത്തെ സ്ലോട്ട് നമുക്ക് നോക്കാം. റൈഫിൾ ക്ലബ് ആണോ അതോ Z30 ആയിരിക്കുമോ? Z30. റൈഫിൾ ക്ലബ് ആണ് രണ്ടാമത്തത്.
മൂന്നാമത്തെ ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ ടീം TVXCSK ആണോ അതോ ബ്ലേസ് ഗാട്ട്ലസ് ആണ് മൂന്നാമത്തെ ടീമായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ഒരു നാലാമത്തെ ടീമിനെ നമുക്ക് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ വാൽഹല്ല വിൽ ബി പ്ലേയിങ് ഓൺ ഗ്രൂപ്പ് G. 4 സ്ലോട്ടും ഇത് ചെയ്തിട്ടുണ്ട്. 4 സ്ലോട്ടായി. ഇനി അഞ്ചാമത്തെ പ്ലെയറിനെ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ടീമിനെ നമുക്ക് നോക്കാം. 500 കുടുംബത്തിനാണ് അത് കിട്ടാൻ പോകുന്നത്. 500 കുടുംബം സെക്യൂറിംഗ് ദ സ്ലോട്ട് ഇൻ ഗ്രൂപ്പ് G. 5 ടീമിനെ നമുക്ക് കിട്ടാനുണ്ട്. ഇനി 5 ടീമും കൂടെ നമുക്ക് എടുക്കണം. ആക്ട് ആണ് അടുത്തൊരു ടീം വന്നിരിക്കുന്നത്. അടുത്ത CSK. അല്ല 6-7 ഇനി 3 ടീമും കൂടെ ഉള്ള 3 ടീമിനെയും കൂടെ മാത്രം നമുക്ക് എടുത്താൽ മതി. 3 ടീമിനെ മാത്രം. R3X ആണ് അടുത്തൊരു സ്ലോട്ട് സെക്യൂർ ചെയ്തിരിക്കുന്നത്. R3X 2 ടീമും കൂടെ മാത്രം നമുക്ക് എടുത്താൽ മതി. 2 ടീമും കൂടെ. 40G ആണ് അടുത്ത ടീം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീമാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഫൈനൽ ടീം. TVXCSK ആണ് ലാസ്റ്റ് ടീമായിട്ട് വന്നിരിക്കുന്നത്. സോ ഗ്രൂപ്പ് ജിയിലേക്ക് നമുക്ക് കളിക്കുന്നത് അഗൈൻ KVA വേഴ്സസ് TVA ആണ്. ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് റൈഫിൾ ക്ലബ്ബ് വേഴ്സസ് BCZ, വാൽഹല്ല, 500 കുടുംബം, ആക്ട്, 6-7, R3X, 40G ആൻഡ് TVXCSK ആണ്. ആൻഡ് ഏറ്റവും ലാസ്റ്റിലത്തെ ഗ്രൂപ്പ് നമുക്ക് നോക്കാം. സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. ആൻഡ് ഏറ്റവും ലാസ്റ്റിലത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 14K സിൻഡിക്കേറ്റ്, ചങ്ങനാശ്ശേരി സൂപ്പർ കിങ്സ്, അതും ഒരു CSK ആണ്. ആൻഡ് സോഡിയാക് 30, താമരാക്ഷം പിള്ള അതലോക TPA, ഷാഡോ കാട്ടൽ, പറക്കും തളിക XTPA, DWIL DW, സ്റ്റോം റൈഡേഴ്സ് ആൻഡ് RMDX TPA. TPAയുടെ 3 ലൈനപ്പിനും ഒരുമിച്ച് കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഫസ്റ്റില് തന്നെ. ഒരു ഗ്രൂപ്പിൽ എത്ര ടീമാണ് ഇതാവുന്നത്? ഒരു ടീം 4 ടീം. എത്രയാണ് ഒരു ഗ്രൂപ്പിൽ നിന്ന് എത്ര ടീം വെച്ചിട്ടോ? 4 ടീം വെച്ചിട്ടോ? 3 ടീം വെച്ചിട്ട് ക്വാളിഫൈ ആണ്. അപ്പൊ TPAയുടെ 3 ടീമും ക്വാളിഫൈ ആവണം. അല്ല ഫസ്റ്റ് മാച്ച് ഫുള്ള് 4 ടീമാണ് സ്ക്രിപ്റ്റഡ് ബ്രോ. ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടേ മറ്റേ ഈ സ്ട്രീമേഴ്സ് ഒക്കെ മറ്റേ ഇതുണ്ടാക്കി വെക്കുമല്ലോ, ഈ കറക്കുന്ന സാധനമല്ലേ, ജട്ടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നിർത്താൻ പറ്റൂല, ഇത് പിടിച്ചു നിർത്താൻ പറ്റൂല. ഇത് ഓൾറെഡി ഇതിങ്ങനെ കറങ്ങി വരുന്ന സാധനമാണ്. ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത് കാരണം ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 10 ടീം വെച്ചായിരിക്കും കളിക്കുന്നത്. അതിൽ 4 പേര് മാത്രമായിരിക്കും ക്വാളിഫൈ ആവുന്നത്. ഈ 4 പേര് ക്വാളിഫൈ ആവുന്നതെന്ന് വെച്ചാൽ അവർക്ക് 3 മാച്ച് ഉണ്ട്. ഈ 3 മാച്ചിൽ അവരെ പൊസിഷൻസ് കില്ല് വെച്ചിട്ടാണ് അവരെ പ്ലേസ്മെന്റ് നമ്മളെ പോയിന്റ് കൊടുക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഇനി വരും. ഓക്കെ, 4 ടീമല്ലേ ക്വാളിഫൈ ആവുന്നതെന്നാണ് ചോദിച്ചത്. 4 ടീമാണ് ഫസ്റ്റ് ഇതിൽ ക്വാളിഫൈ ആവണം. രണ്ടാമത്തെ ഇതിൽ 3 ടീമായിരിക്കും ക്വാളിഫൈ ആവണം. ഡേ 5 അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജയിച്ചിട്ട് വരുന്ന 32 ടീമിന് ഇവിടെ ഇതിലോട്ട് മനസ്സിലായി. ഞാൻ ചോദിച്ച ആദ്യത്തെ ഇതില് എല്ലാത്തിനും 4 ടീം വെച്ചു. 4 അപ്പൊ മൊത്തം 8 ഗ്രൂപ്പ്. 8 ഗ്രൂപ്പിൽ 4 8 24 32. അതെ. സോ ഇത്രയാണ് ഗൈസ്. അപ്പം മാച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2-ാം തീയതി ആയിരുന്നു ടൂർണമെന്റ് തുടങ്ങാനിരുന്നത്. നമ്മൾ പ്രതികൂല കാലാവസ്ഥയും മഴയൊക്കെ ഒന്ന് തോരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ 4-ാം തീയതി സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നാളെ നമ്മൾ ഹോസ്റ്റ് എടുത്തിട്ട് അടുത്ത ലൈവിൽ നിങ്ങളെ നമ്മുടെ മാപ്പും ബാക്കി ഡെമോയും ബാക്കി കാര്യങ്ങളും ഒക്കെ അടുത്ത ലൈവില് ഒരു ഡെമോ കാണിച്ചു തരും. അത് ഇപ്പൊ ഉണ്ടോ കാണിക്കാൻ? നിഞ്ച ഉണ്ടോ? നിഞ്ച ഇല്ലല്ല, അത് അവൻ ഫുള്ളി ചെയ്തിട്ട് ഇതാക്കാന്നാ പറഞ്ഞത്.
അല്ല വേണമെങ്കിൽ മാപ്പ് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഓക്കെ, എന്നാ മാപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ട്രയൽ മാച്ച് ചുമ്മാ ഇവർക്ക് വേണ്ടി നടത്തി കൊടുത്താലോടാ. ഇതില്ല, ഹോസ്റ്റലല്ലോ. ഹോസ്റ്റ് ഉണ്ടല്ലോ, 2 ദിവസം ഉണ്ട്, 3 ദിവസം ഉണ്ടല്ലോ. അണ്ണ അത് തന്നെ മറ്റേ ഹോസ്റ്റലില് നമുക്ക് നാളെയോ മറ്റന്നാളെയോ ഒരു ട്രയല്. അതെ അതെ, ഞങ്ങൾ എന്തായാലും ഹോസ്റ്റ് നാളെ മേടിക്കുന്നുണ്ട് ഗൈസ്. ഹോസ്റ്റ് മേടിക്കുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റൽ വേണമെങ്കിൽ താല്പര്യമുള്ള കുറച്ച് ടീമിനോട് നമുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് ഒരു 10 പേരെ വെച്ചെല്ലാം നമുക്ക് ഒരു മാച്ച് എല്ലാം നടത്തി നിങ്ങളെ ഒരു ട്രയൽ കാണിച്ചു തരാം. മനസ്സിലായി? ഹാക്കേഴ്സ് വന്നാൽ എന്ത് ചെയ്യും ബ്രോ? നമ്മൾ കറന്റ് ആന്റി ചീറ്റ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം പിടിക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉള്ള സെർവർ ആയതുകൊണ്ടല്ലേ എക്സ്ലാൻഡിസ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം എക്സ്ലാൻഡിസിലെ അഡ്മിൻസിന്റെ ഫുൾ സപ്പോർട്ടും നമുക്കുണ്ട്. എക്സ്ലാൻഡിസിന്റെ അഡ്മിൻസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നതും അവരുടെ വക എല്ലാ ഇതും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഡീഡോസ് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം, മാക്സിമം നോക്കാം. കയ്യിലുണ്ടോടാ ഇതിപ്പോ നിഞ്ച? സോ മാപ്പ് ഒരു ചെറിയ മാപ്പാണ്, വെറും ചെറിയ മാപ്പാണ്. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മാപ്പാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കാം. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ. ഇതാണ് മാപ്പ് വരുന്നത്. കുറച്ച് ഇത് മിറാമറ, ഇത് കുറച്ച് ഷിഫ്റ്റിംഗ് പടപട ഉണ്ടാവും. ജസ്റ്റ് ടീമൊക്കെ എങ്ങനെ ജോയിൻ ചെയ്ത് കേറണം അതും കൂടി ഒന്ന് കാണിച്ചോടാ നിഞ്ച. ജസ്റ്റ് അതിന്റെ ഒരു ഇതും കൂടി കാണിച്ചോട്, എങ്ങനെയായിരിക്കും ടീം കേറേണ്ടത്. സോൺ ഡാമേജ് ഉണ്ടല്ലോടാ? സോൺ ഡാമേജ് ഉണ്ട്. സോൺ ഡാമേജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത് പഞ്ചായത്ത് ജില്ലേ. ഇത് നമുക്ക് ഇവിടെ ടൂർണമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പേര് കൊടുത്തിട്ട് ഇവിടെ ക്രിയേറ്റ് ടൂർണമെന്റ് ചെയ്യുമ്പോ ഇവിടെ പേര് കാണിക്കും. അപ്പൊ നമ്മളിവിടെ പേരും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത് 5M-നകത്താണോ? ഇത് 5M-നകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ. ഇത് 5M ഇന്റർഫേസ് ആണ്. ഇത് ആണ് ഇവിടെ ടീം വണ്ണില്ല അണ്ണാ. ഇവിടെ നമ്മള് അഡ്മിന് അന്ന് കളിക്കുന്ന ടീമിന്റെ ഓരോരോ പേര് വെക്കും. ആ ടീമുകള് ഇത് അടിച്ചിട്ട് ജോയിൻ ചെയ്ത് കയറും. അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്യാം. എന്നിട്ട് കണ്ട പേര് വന്നുണ്ടോ? പേര് വരും. അപ്പൊ ആ കളിക്കുന്ന ടീം ഇന്ന സ്ക്വാഡ് വണ്ണെന്നായിരിക്കില്ല, അവരുടെ പേരായിരിക്കും ടീമിന്റെ പേര്. ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ടി വി ആണെങ്കിൽ ടി വി കൊടുക്കാം, സേവ് ചെയ്യാം. പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ്. ഈ പേരായിരിക്കും സ്പെക് ചെയ്യുമ്പോ കാണിക്കുന്നേ. സോ ഗൈസ്, ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനൽ പേര് ദയവ് ചെയ്ത് ആഡ് ചെയ്ത് കളിക്കുക. ടീമിന്റെ പേര് ഫസ്റ്റ് ഇട്ടിട്ട് നിങ്ങളുടെ പേര് ഇടണം. അതെ, എല്ലാരും പേര് ആദ്യം ടീമിന്റെ പേര്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര്. ആ ഫോർമാറ്റിൽ അല്ലാത്ത പ്ലേയേഴ്സിനെ കിക്ക് ചെയ്യും. അത് മസ്റ്റ് ആണ്, അത് ഉറപ്പാണ്. ടീമിന്റെ പേരും നിങ്ങളുടെ പേരും അതിനകത്തുണ്ടാവണം. സ്പീഡായിരിക്കും. സോൺ വരുന്ന എല്ലാ കാര്യങ്ങളൊക്കെ സ്പീഡിലായിരിക്കും. ചെറിയൊരു ഡെമോ ലോബിയിലെത്തും. നമ്മുടെ ലോബി ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഹെൽമെറ്റും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻ ഓപ്പൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഓപ്പൺ ആയി വരും. അപ്പൊ ഇതിൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ ചുമ്മാ ടെസ്റ്റ് അടിക്കുന്നതാണ്. ഇതടിച്ച നേരെ ലോഡിംഗ് സ്ക്രീൻ ഇതാണ് വരുന്നത്. ലോഡിംഗ് സ്ക്രീൻ പബ്ജിയിലെ ലോഡിംഗ് സ്ക്രീനില്ലേ അതേപോലെ. പ്രിപ്പയറിംഗ് എയർക്രാഫ്റ്റ്, ലോഡിംഗ് കോംപാക്ട് സോൺ, റെഡി ഫോർ ഡിപ്ലോയ്മെന്റ്. ഈഗിളും അപ്പാപ്പനും കൂടെ ഉമ്മയ്ക്കാണോ? അല്ല ഇതെന്താ എടാ നോക്ക്, മേളില് ഇലയും എല്ലാം ഉണ്ട്. എടാ നീ എന്താ ചെയ്ത് വെച്ചിരിക്കണേ? അടുത്തത് നോക്കിക്കോണ്ടേ. വെയിറ്റ് ചാടണ്ട, ഹൈറ്റ് ഉണ്ടോ? 800 ചാടണ്ടേ? പിന്നെ സോണിന്റെ മിനിമാപ്പിന്റെ മുകളിൽ കാണിക്കും സോൺ എത്രയാ സമയം കാര്യങ്ങളൊക്കെ. ഇത് സ്പീഡപ്പ് ആയിരിക്കും. 10 സെക്കൻഡ് കൊടുത്തണം, പെട്ടെന്ന് തീരും. കാരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സംഭവം. ടെസ്റ്റ് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലാൻഡ് വരുമ്പോ താഴെ ഇങ്ങനെ ബോക്സുകൾ, സ്റ്റോറേജ് ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ട, ഇതെല്ലാം ലൂട്ട് ബോക്സസ് ആണ് നിങ്ങൾക്ക്. കണ്ടോ, ഇത് നിങ്ങൾക്ക് എവിടെ വെച്ചാൽ ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും. ഇതിപ്പോ മാപ്പിൽ നമ്മള് ഓരോ ജയില് കണ്ട. ഇതാണ് അടുത്ത സോൺ, ഈ വെള്ളയിൽ കാണിക്കുന്നത്. അപ്പൊ ഈ സോണിന്റെ ഉള്ളിലേക്ക് പോകണം നമ്മള്. പിന്നെ നമ്മൾ ഇവിടെ ലൂട്ട് ബോക്സ് തരാം. ഇവിടെ വന്നിട്ട് ഈ അടിക്ക, താഴെ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ നമ്മുടെ ഇൻവെന്ററി ഇതാണ്. നമുക്ക് ബാഗ് ഉണ്ട്. ബാഗ് എടുത്ത് കഴിഞ്ഞാൽ ലെവൽ 1 ബാഗ്.
ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത്ര ഇത് ഫ്രീ ആവും. പിന്നെ നമ്മ അണ്ണൻ കാര്യങ്ങൾ ഞെട്ടിയടാ. നീ എന്തിനാ പബ്ജി ഉണ്ടാക്കി വെച്ചിരിക്കണത്? പിന്നെ കണ്ട ഇതിനെ സോൺ ഇപ്പൊ ചെറുതായി വരും. റെഡ് സോൺ നമ്മള് ബ്ലൂ സോണിന്റെ ഉള്ളിലാണ്. പിന്നെ മിനി മാപ്പിന്റെ ടോപ്പില് ഇത് കാണിക്കും സോണിന്റെ സമയം, ഇത് മാറുന്ന സമയം കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ ഗണ്ട് ഇതിൽ ഗ്രോസ് ഉണ്ട്, AK-47 ഉണ്ട്. 3 ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഡാമേജ് വ്യത്യാസമുണ്ടോ? ആ ഓരോന്നിന് ഡാമേജ് ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടോ. കൊല്ലുന്ന ആൾക്കാരെ ലൂട്ട് പിന്നെ മൊളോട്ട് ഉണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഇടിച്ച് പിറ്റ് ചെയ്ത പ്ലെയർ ചാവില്ല, അതായത് ഇതാവില്ല. പക്ഷെ വെഹിക്കിൾ ടു വെഹിക്കിൾ പിറ്റോ. ബാക്ക് ടു ഓക്കെ. ഈ നോക്കാവുന്ന പരിപാടി ഇപ്പൊ റെഡി ആയി കിടക്കുവാണോ? അതുണ്ട്. അത് പക്ഷെ ടീം എല്ലാരും ആഡ് ചെയ്ത് ടീം ആഡ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആരെല്ലാം അടിച്ച് നോക്കൊക്കെ ഇടാൻ പറ്റുമോ? രണ്ടുപേരുണ്ടെങ്കിൽ നോക്കാക്കാൻ പറ്റും. ദൈവനെ നോക്കാക്കി ഉള്ളൂ. അല്ല ഇതില് പറ്റില്ല, ഇത് അഡ്മിൻ ടെസ്റ്റ് മോഡാ, പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാ. ഓക്കെ. ഇതാണ്. സോൺ നമ്മുടെ സോൺ ഒരു സോണിന് എത്ര ഷിഫ്റ്റിംഗ് ടൈം ഇപ്പൊ നമ്മൾ നോർമലി 5 സോണിനുള്ള ഇപ്പൊ അത് നമുക്ക് എത്ര മണിക്കൂർ മാച്ച് ഉണ്ട് അതിന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അനുസരിച്ച് നമുക്ക് 6 മാച്ച് ഉണ്ട് ഒരു ദിവസം. അപ്പൊ അതിനനുസരിച്ചുള്ള അപ്പൊ പിന്നെ 30 മിനിറ്റ് ആക്കും. 30 മിനിറ്റ് പക്ഷെ 30 minute ആണ് സ്പീഡ് പെട്ടെന്ന് തീരും. നോക്കാം. 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ് സെറ്റ് കൊടുത്താൽ അതനുസരിച്ച് ടൈം സോൺ വണ്ടി ഇല്ലടാ വണ്ടിയൊക്കെ ഉണ്ട്. ഇതാണ് വണ്ടി. ഈ വണ്ടി. 4 സീറ്റർ. ഓക്കെ 4 സീറ്റർ 2 സീറ്റർ ഉണ്ട്. ഇത് വെള്ളം നോക്കണം കേട്ടോ, അത് ഇതിലുള്ള പക്ഷെ ഒന്നും പറ്റുന്നില്ല. ഇനി നിങ്ങളൊരു കാര്യം വിശ്വസിക്കണം, ഇവ ഒരു 5 ദിവസം കൊണ്ട് ചെയ്തതാണ്. പത്തോണ് ഗൈസ്, അത് കള്ളമല്ല. ഇത് കള്ളമല്ല, ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഹൈപ്പിന് വേണ്ടി പറയല്ല. 5 ദിവസം കൊണ്ട് ചെയ്തതാണ് ഇത് ഇത്രയും. ഇതെല്ലാം കസ്റ്റമർ സ്ക്രിപ്റ്റുകൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്, ഒന്നും നമ്മൾ മേടിക്കൊന്നും ചെയ്തില്ല, എല്ലാം കസ്റ്റമർ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതിന്റേതായ ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ ടൂർണമെന്റിൽ. അപ്പൊ എല്ലാം ഇതാക്കിട്ട് ചെയ്യണം, കാരണം 5 ദിവസം ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ ഇതൊക്കെ. എടാ സോൺ ഡാമേജ് കാണിക്കാമോന്ന് ചോദിക്കുന്നവര്. അതിപ്പോ ഇതില് പറ്റില്ല, ഇത് അഡ്മിന് ടെസ്റ്റ് ചെയ്യണുള്ളതാ. അത് ലാസ്റ്റ് സോൺ ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ സോണൊക്കെ വരുന്നത്. ഇങ്ങനെ വരത്തില്ല. കാര്യമില്ല, ഇതിപ്പോ ടെസ്റ്റ് ചെയ്തോണ്ടാ. പിന്നെ ഇതാണ് ലാസ്റ്റ് സോൺ. P7 എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സോൺ ഇങ്ങനെ വന്നിരിക്കണേ. ഓക്കെ. ഇത് ലാസ്റ്റ് സോൺ അല്ലേ? ഇത്ര ഉണ്ട് ലാസ്റ്റ് സോൺ. പിന്നെ ഇത് ചെറുതായി വരും. ഇപ്പൊ 1 മിനിറ്റ് 50 സെക്കൻഡ്. ഹീലബിൾസ് എന്തൊക്കെയാ? അത് ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ്. നമുക്ക് ഉള്ള കിറ്റ് സാധനങ്ങളൊക്കെ ഇത്. പിന്നെ ഡ്രോപ്പ് അനുസരിച്ച് ഇവിടെ താഴെ പ്രോപ്പ് കാര്യങ്ങൾ വരും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. ബാഗ് എടുത്ത് ബാഗായി ഇവിടെ ഇത്ര ലെവൽ 1 to ലെവൽ 3 അതുണ്ട്. പിന്നെ വെയിറ്റ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ബാഗ് ഡ്രോപ്പ് ചെയ്ത് ഇതിപ്പോ അഡ്മിൻ ആയതാണ് കേട്ടോ. ഇത് സ്ലാഷ് ഗെറ്റ് കിറ്റ് അടിച്ച നമ്മളില് ഈ സാധനങ്ങളൊക്കെയാണ് നമുക്കുള്ള. ടിവി മെഡ്കിറ്റ്, ടിവി ആർമർ പ്ലേറ്റ്. ഓക്കെ. ഇത് ഹോട്ട് ബാർ 8 കീ വരെ നമുക്ക് യൂസ് ചെയ്യാം. ഹോട്ട് ബാർ ആയിട്ട് 8 കീ വരെയോ? പിന്നെ ഇത് സ്മോക്ക് സോൺ. എടാ സോൺ റാൻഡം അല്ലേ? സോൺ റാൻഡം പലതാണ് ഗൈസ്, എല്ലാവർക്കും ഒരുപോലെ അല്ല. അവൻ കത്തി. കറണ്ട് പോയി കാണും. നീഡ് മോർ ബുള്ളറ്റ്. എടാ ബുള്ളറ്റ് ഇതെല്ലാം കൊടുക്കടാ. വീണ്ടും ലൂട്ട് ചെയ്തത്. എടാ ലൂട്ട് നിങ്ങൾക്ക് ഇഷ്ടം. എടാ ലൂട്ട് തറയിലെ ഒരുപാട് അടുത്ത സ്ഥലത്ത് ലൂട്ടുകളുണ്ടാവും, മനസ്സിലായോ? അപ്പൊ എല്ലാ ബോക്സിലും ലൂട്ട് ചെയ്യാം. പിന്നെ അത് കൂടാഞ്ഞിട്ട് നിങ്ങൾ കൊല്ലുന്ന പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് ലൂട്ട് ചെയ്യാം. എടാ 6 മാച്ച് എങ്ങനെയാടാ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. 6 മാച്ച് അരമണിക്കൂർ വെച്ചാണെ പോലും ഒരു ദിവസം എത്ര നേരം ഉണ്ടാവും? അന്നാ നേരത്തെ ലൈവ് വേണ്ടി വരും. 8 മണി 8 മണിയല്ല, 8:30 ഓക്കെ അല്ലേ? 8:30 3 മണിക്കൂറുള്ളടാ. 3 മണിക്കൂറേ ഉള്ളൂ. അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 മണിക്ക് തുടങ്ങാം. 9 മണി to 12 സെറ്റ് അല്ലേ? 9 to 12 സെറ്റാണ് കേസ്. 9 to 12 സെറ്റാണ്. 9 to 12 സെറ്റാണ്. 20 മിനിറ്റ്സ് ഭയങ്കര കുറവാ ബ്രോ. ഒന്നിനുള്ള സമയം കിട്ടൂല ബ്രോ. 20 മിനിറ്റ്സ് ഭയങ്കര കുറവാ. 30 മിനിറ്റ്സ് ആണ് മിനിമം. 30 മിനിറ്റ്സ് എങ്കിലും വേണം മിനിമം. 9 to 12 ചെയ്യാം നമുക്ക്. നമുക്ക് നോക്കാം. എടാ എന്താ നീ കത്തിയായിരുന്നോ? അത് നെറ്റ് വൈഫൈ കഴിഞ്ഞ 12 മണി. അടിപൊളി. അപ്പൊ ഇത്രയാണ്. ബാക്കി ഇനി നമ്മളൊരു ഡെമോ ഗെയിം ഞങ്ങൾ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കാം. ഒരു കുറച്ച് ടീംസിനെ കളിക്കാൻ താല്പര്യമുള്ള ടീമിനെ വെച്ചിട്ട് നമ്മളൊരു ഡെമോ മാച്ചും കൂടെ നിങ്ങൾക്ക് സെറ്റാക്കി തരാം. ഹോപ്പ് യു ഗൈസ്
ലൈക്ഡ് ദ ഫോർമാറ്റ്, അതുപോലെ മാപ്പ്, അതെല്ലാം. പിന്നെ രായൻ ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട് ഒബ്വിയസ്ലി എനിക്ക് വേറെ ടെൻഷനുകളൊന്നുമില്ല. ആസ് ഓൾവേസ് ദ ബെസ്റ്റ് ഹി വിൽ ഡെലിവർ എന്നുള്ള സാധനം എനിക്ക് ഉറപ്പാണ്. സോ ടൂർണമെന്റും ബാക്കി ഇത് ഇത്ര ഇവിടെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ ഇനി അങ്ങോട്ട് ഇത് സ്മൂത്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറെ പേര് പിന്നെയാണ് പറയാനുള്ളത് ആന്റി ചീറ്റിന്റെ കാര്യമാണ്. അപ്പാപ്പൻ അതൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു ആന്റി ചീറ്റ് ആണ് യൂസ് ചെയ്യണേ. സോ ഇതിന്റെ അകത്ത് വന്ന് ഈ ഇതിന്റെ അകത്ത് എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ പിടിക്കുന്നതാണ്. പിന്നെ ഇതേപോലെ നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വെച്ചാൽ എക്സ്ലാൻഡിസിൽ കുറെ ടിക്കറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എക്സ്ലാൻഡിസിൽ ബാൻ ഉള്ളവരുണ്ട്, പെർമനന്റ് ബാൻ ഉള്ളവരുണ്ട്. ഈ ടൂർണമെന്റിൽ